PV Anwar MLA ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ അന്വേഷണത്തിന് സർക്കാർ. DGP യോഗേഷ് കുമാർ ഗുപ്തയ്ക്കായിരിക്കും അന്വേഷണ ചുമതലയെന്നാണ് സൂചന. H വെങ്കടേഷിന് ക്രമസമാധാന ചുമതല നൽകിയേക്കും. വിവാദ ഫോൺ സംഭാഷണത്തിൽ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഗുരുതര ചട്ടലംഘനമുണ്ടായെന്ന അന്വേഷണ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറി. വിവരങ്ങളുമായി R ഋഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. R ഋഷിപാൽ, SP-യുടെയോ ADGP-യുടെയോ കാര്യത്തിൽ അച്ചടക്ക നടപടികളിലേക്ക് പോകുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള ഉത്തരവുകൾ ഇറങ്ങാറായോ? സുജയ, PV അൻവർ MLA ഉന്നയിച്ച അതീവ ഗുരുതരമായ ആരോപണങ്ങളിലാണ് നടപടികളിലേക്ക് സർക്കാർ നീങ്ങാൻ ഒരുങ്ങുന്നത്. അതിൽ സുജിത് ദാസിനെതിരെയുള്ള നടപടി ഒരു ഭാഗത്ത്, അതിനപ്പുറത്തേക്ക് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നുണ്ട്. ഈ കാര്യം രാവിലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. DGP-യുടെ നേതൃത്വത്തിൽ DGP തലത്തിലുള്ള ഒരു അന്വേഷണം എന്നാണ് പറഞ്ഞത്. അത് സ്വാഭാവികമായും ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ DGP അല്ലാതെ മറ്റ് DGP-മാരിൽ സർക്കാർ ആലോചിക്കുന്നത് യോഗേഷ് കുമാർ ഗുപ്തയ്ക്ക് അന്വേഷണ ചുമതല നൽകാനാണ്. അതിനൊപ്പം തന്നെ MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്നും മാറ്റി പകരം H വെങ്കടേഷിനെ ആ ചുമതല ഏൽപ്പിക്കാനുള്ള ആലോചനയും. H വെങ്കടേഷ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവിയാണ്. ഇന്ന് ആദ്യഘട്ടത്തിൽ ഈ ലോ ആൻഡ് ഓർഡർ ADGP-ആയി പകരക്കാരനായി MR അജിത് കുമാറിന് പകരക്കാരനായി S ശ്രീജിത്ത് അടക്കം, അതേപോലെ തന്നെ ബൽറാം കുമാർ ഉപാധ്യായ, മനോജ് എബ്രാം ഉൾപ്പെടെയുള്ള 4 പേരെയാണ് പരിഗണിച്ചത്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ക്രൈംബ്രാഞ്ച് മേധാവിയായ ഈ നിയമിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അല്പസമയത്തിനകം തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അതിനൊപ്പം തന്നെയാണ് അന്വേഷണം, വളരെ ഗൗരവത്തോടെ തന്നെ അന്വേഷണം. അതിനപ്പുറത്തേക്ക് ADGP MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ അവർക്ക് സസ്പെൻഷനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നടപടിയോ MR അജിത് കുമാറിനെതിരെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. സമാനമായി തന്നെ പക്ഷേ സുജിത് ദാസിനെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ സംഭാഷണം പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ, മാത്രവുമല്ല അൻവറിനോട് സംസാരിക്കുമ്പോൾ, അൻവർ MLA-യോട് സംസാരിക്കുമ്പോൾ വിധേയനാകാമെന്ന് പറഞ്ഞത് ഉൾപ്പെടെ അത് ചട്ടലംഘനമാണെന്ന് വിലയിരുത്തലുണ്ട്. DIG-യുടെ റിപ്പോർട്ട്, അജിതാ ബീഗത്തിന്റെ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രി കൈമാറുകയും ചെയ്തു. വളരെ ഗൗരവമുള്ള അച്ചടക്ക ലംഘനം, ഗുരുതരമായ അച്ചടക്ക ലംഘനം SP സുജിത് ദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതുകൂടി പരിഗണിച്ച് ഇന്ന് രാത്രിയോടെ തന്നെ സർക്കാർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം പോലീസിനെ ആകെ പിടിച്ചുലച്ച ഒരു ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ MLA ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ P ശശിയിലേക്ക് എത്തുന്നു. മാത്രവുമല്ല അതിന്റെ കുന്തമുന നേരെ മുഖ്യമന്ത്രിക്ക് നേരെ